യേശുവിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന വ്യക്തികൾ ഇന്നത്തെ വചനം സൂചിപ്പിക്കുന്നത് പോലെ ഉള്ളത് കൊണ്ട് തൃപ്തി അടയുന്നവരാണ്. എന്നാൽ എത്ര കിട്ടിയാലും മതി വരാതെ വീണ്ടും വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്നും സങ്കടമാണ്. ആഗ്രഹങ്ങൾ മനുഷ്യനെ എന്നും സങ്കടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ദ്രവ്യാഗ്രഹം പ്രത്യേകിച്ച് മനുഷ്യനെ ഒത്തിരി തിന്മയിലേക്കും സങ്കടങ്ങളിലേക്കും നയിക്കുന്നു. പ്രശസ്ത കവിയായ പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാന എന്ന ഭക്തകാവ്യത്തിലെ ഏതാനും വരികൾ ഇവിടെ പ്രസക്തമാണ്. 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാവുകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിൽ വന്നാലോ അയ്യോ ലക്ഷം തികച്ചില്ല ഞാനെന്ന് വിഷാദിച്ചു നടക്കുന്നിത് ചിലർ. ധനം കൊണ്ടൊരു കാര്യവുമില്ലടോ. ധനവും പണവും ദ്രവ്യാഗ്രഹവും കൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും മനുഷ്യനുണ്ടാക്കുന്നില്ല. കുറേ സങ്കടങ്ങൾ മാത്രം. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമെന്ന വചനം നമുക്കിപ്പോൾ ഓർക്കാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.